ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെമ്മറിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഹയറാർക്കി ആണ്. അപ്പോൾ ആദ്യം നമുക്ക് മെമ്മറിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. അപ്പോൾ മെമ്മറി എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് ഈസ് എൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് എനി കമ്പ്യൂട്ടർ. മെമ്മറി ഇല്ലാതെ കമ്പ്യൂട്ടർ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ യൂസ് ചെയ്യാനോ പറ്റില്ല. These are used extensively for storing various type of program segment, data or other information. അപ്പോൾ ഇതിനൊക്കെ ആയിട്ടാണ് എന്തായാലും സ്റ്റോറിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. പ്രോഗ്രാം സ്റ്റോർ ചെയ്യുക, ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതർ ഇൻഫർമേഷൻസ് എല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മെമ്മറി. ഈ ഒരു മെമ്മറിയിലേക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് റീഡ് റൈറ്റ് ടൈപ്പാണ്. കാരണം നമുക്ക് അങ്ങോട്ട് റൈറ്റ് ചെയ്യാൻ വേണം, അവിടുന്ന് ഇങ്ങോട്ട് റീഡ് ചെയ്യാൻ വേണം. അതിൽ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഡിസ്കസ് ചെയ്ത പോലെ ഏതൊരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലും ഒരു സ്മോൾ എമൗണ്ട് ഓഫ് റീഡ് ഓൺലി മെമ്മറി എസെൻഷ്യൽ ആണ്. അതാണ് ബൂട്ട് സ്ട്രാപ്പ് റോമിന്, അതായത് പവർ ഓൺ ടൈമിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മെമ്മറി സിസ്റ്റം ഇൻ ഓൾ കമ്പ്യൂട്ടർ ഇസ് ക്യാരക്ടറൈസ്ഡ് ടു ടു ഡിസ്റ്റിങ്ക്ട് ലെവൽ, പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ മെയിൻ മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്കഷൻ ആണ് ഈ ഒരു വീഡിയോയിൽ നടക്കുന്നത്. Although both of these are read-write memory, secondary memory use magnetic or optical data storage technique, while primary memory mainly depends on silicon chip. ഇത് നമുക്ക് അറിയുന്നതാണ് അല്ലേ. മാഗ്നറ്റിക്കും ഒപ്റ്റിക്കൽ ഡാറ്റയാണ്. അത് ആ ഒരു അതിലത്തെ സ്റ്റോറേജ് ടെക്നിക്കും പ്രൈമറി മെമ്മറിയിലത്തെ സ്റ്റോറേജ് ടെക്നിക്കും ഡിഫറെൻ്റ് ആണ്. പ്രൈമറിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സിലിക്കൺ ചിപ്പ് ബേസ്ഡ് ആണ്. Irrespective of their ingredient, memory system of any computer categorized by the following three parameters. അപ്പോൾ പ്രൈമറി മെമ്മറി ഉണ്ട്, സെക്കൻഡറി മെമ്മറി ഉണ്ട്, പലതും പല ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. എന്തായാലും എല്ലാതും റീഡ് റൈറ്റ് ടൈപ്പിൽ വരുന്നതാണ്. എങ്കിലും ഇതെല്ലാം കൂടെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് 3 പാരാമീറ്റേഴ്സിൽ നമുക്ക് ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റും. അക്സസ് ടൈം, കോസ്റ്റ് ഓഫ് സ്റ്റോറേജ് പെർ ബിറ്റ്, അഫോർഡബിൾ, convenient, size. All these 3 parameters play equally important role in memory selection and finalization. അപ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ കാര്യത്തിന് യൂസ് ചെയ്യുന്ന മെമ്മറി ഏത് മെമ്മറി എടുക്കണം എങ്ങനെയാണ് എന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ 3 പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് അക്സസ് ടൈം എന്താണെന്ന് നോക്കാം. അക്സസ് ടൈം, ബൈ ദ ടേം അക്സസ് ടൈം എന്ന് പറഞ്ഞാൽ the time necessary to complete a unit communication between the processor and the memory device. അപ്പോൾ പ്രൊസസ്സർ ഉണ്ട്, മെമ്മറി ഡിവൈസ് ഉണ്ട്. പ്രൊസസ്സറിനെ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ഡാറ്റ മെമ്മറി ഡിവൈസിൽ നിന്ന് എടുക്കണം. അപ്പോൾ ആ പ്രൊസസ്സറും മെമ്മറി ഡിവൈസും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷന് ആവശ്യമുള്ള ടൈമിനാണ് യൂണിറ്റ് കമ്മ്യൂണിക്കേഷൻ, ഒരു കമ്മ്യൂണിക്കേഷന് ആവശ്യമുള്ള ടൈമിനാണ് നമ്മൾ അക്സസ് ടൈം എന്ന് പറയുന്നത്. അതായത് അക്സസ് ടൈം ഇസ് ദ ടൈം ഡിലേ ബിറ്റ്വീൻ ഇഷ്യൂയിങ് എ റീഡ് കമാൻഡ് ഫ്രം ദ പ്രൊസസ്സർ. ഒരു റീഡ് കമാൻഡ് പ്രൊസസ്സറിൽ നിന്ന് സെൻഡ് ആവും, അതിനനുസരിച്ചിട്ടുള്ള അറൈവൽ ഓഫ് ടാർഗറ്റ് ഡാറ്റ വിത്തിൻ ദ പ്രൊസസ്സർ. അപ്പോൾ മെമ്മറിയിലേക്ക് ആ റീഡ് ഡാറ്റ പോകണം, എന്നിട്ട് മെമ്മറിയിൽ നിന്ന് കറസ്പോണ്ടിങ് ഡാറ്റ റീഡ് ചെയ്തിട്ട് തിരിച്ച് പ്രൊസസ്സറിലേക്ക് എത്തണം. ഇത്രയും ടൈം ഡിലേക്കാണ് ഒരു അക്സസ് ടൈം എന്ന് പറയുന്നത്. ഇത് ഒരു നാനോ സെക്കൻഡ് എടുക്കും. ഏത് കേസിൽ? ഇന്റേണൽ രജിസ്റ്റർ അല്ലെങ്കിൽ പ്രൊസസ്സർ, ഇന്റേണൽ രജിസ്റ്ററും പ്രൊസസ്സറും തമ്മിലാണെങ്കിൽ അത് നാനോ സെക്കൻഡിലാണ്. പക്ഷെ ഫ്യൂ സെക്കൻഡ്സ് എടുക്കും. ഏത് കേസിൽ? പ്രൊസസ്സറും മാഗ്നറ്റിക് ടേപ്സ്, അതായത് സെക്കൻഡറി ഡിവൈസസ് ഒക്കെ ആണെങ്കിൽ ഫ്യൂ സെക്കൻഡ്സ് ആയിരിക്കും. പക്ഷെ ഇന്റേണൽ രജിസ്റ്ററും പ്രൊസസ്സറും ആണെങ്കിൽ അത് നാനോ സെക്കൻഡിലായിരിക്കും. ഇത് വെച്ചിട്ട് അക്സസ് ടൈം ഡിഫറെൻ്റ് ആയിരിക്കും. The more the need for access time, കൂടുതൽ access time വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ കമ്മ്യൂണിക്കേഷന് സ്ലോവർ ആണ്, പതുക്കെല്ലാം നടക്കുള്ളൂ കൂടുതൽ ടൈം വേണമെന്ന് പറഞ്ഞാൽ. ആൻഡ് എ ലാർജർ ടൈം വുഡ് ബി നെസറി ടു സ്റ്റോർ ഓർ റിട്രീവ് എനി ഡാറ്റ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു access time കൂടുതൽ വേണം, റിക്വയർമെൻറ്റ് മോർ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം കമ്മ്യൂണിക്കേഷൻ സ്ലോവർ ആണ്, അല്ലെങ്കിൽ ലാർജർ ടൈം വേണം ഒരു ഡാറ്റ മെമ്മറിയിൽ നിന്ന് എടുത്തിട്ട് മെമ്മറിയിൽ നിന്ന് പ്രൊസസ്സറിലേക്ക് കിട്ടാനും. ഇനി നമുക്കൊരു ഐഡിയൽ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും അക്സസ് ടൈം 0 ആവണം, അതായത് പെട്ടെന്ന് ഡാറ്റ കിട്ടണം എന്നതാണ് നമ്മുടെ ഐഡിയൽ കേസ്, അല്ലെങ്കിൽ ആസ് മിനിമം ആസ് പോസിബിൾ. അപ്പോൾ അക്സസ് ടൈം എന്ന് പറയുന്നത് എത്രയും കുറവാവണം എന്നതാണ് സ്പീഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫാസ്റ്റ് എന്നുള്ള മീനിങ്ങിൽ ഐഡിയൽ കേസ്. സെക്കൻഡ് പാരാമീറ്റർ കോസ്റ്റ് ഓഫ് സ്റ്റോറേജ് പെർ ബിറ്റ്. ഒരു ബിറ്റ് സ്റ്റോർ ചെയ്യാൻ എന്താണ് കോസ്റ്റ്, അതാണ് രണ്ടാമത്തെ പാരാമീറ്റർ.
Some storage devices are more expensive than other. നമുക്കറിയാം ഓരോന്നും ഓരോരോ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ കോസ്റ്റ് ഡിഫറെൻ്റ് ആവും. ഇപ്പോൾ മാഗ്നറ്റിക് ടേപ്പ് എന്ന് പറയുന്നത് കോസ്റ്റ് കുറവാണ്. എന്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റാറ്റിക്കിനെയും ഡൈനാമിക് റാമിനെയും കമ്പയർ ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ടേപ്പ് സ്റ്റോറേജ് കുറവാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ എന്തെന്ന് മനസ്സിലായത് മാഗ്നറ്റിക് ടേപ്പിൽ നിന്ന് ഒരു ഡാറ്റ പ്രൊസസ്സറിലേക്ക് എടുക്കാൻ സെക്കൻഡ്സ് എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സ്ലോവർ ആണ്. Generally, it is observed that lower the access time, അതായത് lower the access time എന്ന് പറഞ്ഞാൽ faster എന്ന് ഉദ്ദേശിക്കുന്നത് higher is the storage cost. പക്ഷെ നമ്മൾ ഇന്റേണൽ മെമ്മറി ഒക്കെ ഡൈനാമിക് റാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇന്റേണൽ രജിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പം അതിൽ നിന്ന് നമുക്ക് പക്ഷെ പെട്ടെന്ന് എന്ത് ചെയ്യുക ഡാറ്റ എടുക്കാൻ പറ്റും. അക്സസ് ടൈം കുറവാണ്. പക്ഷെ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് പെർ ബിറ്റ് സ്റ്റോർ ചെയ്യാനുള്ള കോസ്റ്റ് ഓരോ സെല്ലിന് മെമ്മറിയിലത്തെ ഓരോ ബിറ്റിൻ്റെ ആ ഒരു സെറ്റപ്പിന് ഉള്ള കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ലോവർ ദ അക്സസ് ടൈം ഹയർ ഇസ് ദ സ്റ്റോറേജ് കോസ്റ്റ്. ഇൻ അതർ വേർഡ്സ് ദ അക്സസ് ടൈം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ കോസ്റ്റ് ഓഫ് സ്റ്റോറേജ് പെർ ബിറ്റ്. മൂന്നാമത്തത് അഫോർഡബിൾ കൺവീനിയൻറ്റ് സൈസ് അനുസരിച്ചിട്ട് അതൊരു ബിറ്റിനെ സ്റ്റോർ ചെയ്യാൻ ഇപ്പോൾ ഡൈനാമിക് റാമിലാണെങ്കിൽ കുറവ് മതിയായിരിക്കും. പക്ഷേ സ്റ്റാറ്റിക് റാമിലാണെങ്കിൽ കൂടുതൽ ട്രാൻസിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് സൈസ് വ്യത്യാസം വരും. സോ സം മെമ്മറി ടൈപ്സ് ആർ capable of storing relatively large amount of data within a suitable size. അപ്പോൾ ചില മെമ്മറീസ് ഒരു suitable സൈസിൽ നമുക്ക് ലാർജർ എമൗണ്ട് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാം. പക്ഷെ ആ സെയിം ഡാറ്റ വേറൊരു സ്റ്റോറിങ് സിസ്റ്റത്തിലാണെന്ന് വെച്ചെങ്കിൽ അത് ഈ സെയിം സൈസിൽ തന്നെ കിട്ടണമെന്നില്ല. ഇംപ്രാക്ടിക്കൽ സൈസിലായിരിക്കും അത് സ്റ്റോർ ചെയ്യാൻ പറ്റുക. ഫോർ എക്സാമ്പിൾ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് മേ ബി capable of storing several thousands of gigabytes of data. ഏതിൽ നമുക്ക് പറ്റും മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് വിത്തിൻ എ റീസണബിൾ സൈസ് ഓഫ് സ്പൂൾ. ഒരു റീസണബിൾ സൈസിലുള്ള ഒരു മെമ്മറി അതൊരു മാഗ്നറ്റിക് സ്റ്റോറേജ് ടൈപ്പ് ആണെങ്കിൽ നമുക്ക് സെവറൽ തൗസൻഡ്സ് ഓഫ് gigabytes ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷേ സിലിക്കൺ വെഫറിൽ ആ ഒരു സൈസ് ദ സൈസ് ഓഫ് ഇനി സിലിക്കൺ വെഫർ ടു സ്റ്റോർ ദ സെയിം എമൗണ്ട് ഓഫ് ഡാറ്റ മേ നോട്ട് ബി കൺവീനിയൻറ്റ് വൺ. അപ്പോൾ ഈ ജിഗാബൈറ്റ്സിലൊന്നും നമുക്കൊരു സിലിക്കൺ വെഫറിൽ ആ സെയിം സൈസിൽ പറ്റില്ല, കൺവീനിയൻറ്റ് വണ്ണിന് പറ്റില്ല. നെക്സ്റ്റ് മെമ്മറി ഹൈറാർക്കി. Memory hierarchy of any general computer system is presented here. അപ്പോൾ ഇതാണ് മെമ്മറി ഹൈറാർക്കി. ഈ ഒരു ഡയഗ്രാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ സിലബസ് മാറിയതിന് ശേഷമുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ലേഔട്ട് വരയ്ക്കാനും എക്സ്പ്ലെയിൻ ചെയ്യാനും ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ മെമ്മറീസും ഇവിടെ ആ ഒരു ഹൈറാർക്കിയിലൂടെ വരച്ചിട്ടുണ്ട്. ഇതാണ് പ്രൈമറി മെമ്മറി, ഈ ഒരു ഭാഗമാണ് എക്സ്റ്റേണൽ മെമ്മറി. ഇനി നമ്മൾ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഇതാണ് മദർ ബോർഡ്. ഈ മദർ ബോർഡിലെ പ്രൊസസ്സറിൻ്റെ ചിപ്പാണ് ഇത്രയും ഭാഗം. അപ്പോൾ ഈ CPU, രജിസ്റ്റേഴ്സ്, മെമ്മറി, പ്രൈമറി L1 ക്യാഷ് മെമ്മറി. അപ്പോൾ ഈ മൂന്നും പ്രൊസസ്സറിൻ്റെ ചിപ്പിൽ തന്നെയാണ്, ആ സെയിം വെഫറിൽ തന്നെയാണുള്ളത്. പക്ഷെ L2 എന്ന് പറയുന്നത് ആ സെയിം പാക്കേജിലാണുള്ളത്. അപ്പോൾ ഈ ഒരു സ്മോൾ ലൈൻ കൊണ്ട് കാണിച്ചേക്കുന്ന ഇത് പ്രൊസസ്സറിൻ്റെ സെയിം വെഫറിലാണുള്ളത്. CPU, രജിസ്റ്റേഴ്സ്, L1 പ്രൈമറി ക്യാഷ്. അത് കൂടാതെ ഈ ഒരു ഡാർക്ക് ലൈന് കാണിക്കുന്നത് അതിൽ L2 പ്രൈമറി ക്യാഷും കൂടെ ഉണ്ട്. അത് ഒറ്റ പാക്കേജിലാണ്. അത് കഴിഞ്ഞ് ഈ ഔട്ട്സൈഡ് ദ പ്രൊസസ്സർ പാക്കേജിലാണ് L3 സെക്കൻഡറി ക്യാഷ് വരുന്നത്, അതേപോലെ മെമ്മറി വരുന്നത്. ഇതിൽക്കെല്ലാം ഇതിലത്തെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ആ വെഫറിൽ തന്നെ അതിൻ്റെ കണക്റ്റിംഗ് ലൈൻസ് ഫാബ്രിക്കേറ്റഡ് ആണ്. പക്ഷെ ഇവിടെ നമുക്ക് കാണാം ഈ ഒരു വെഫറിൽ നിന്ന് L2ലേക്കുള്ള കണക്ഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതേപോലെ ബസ്സസ് യൂസ് ചെയ്തിട്ടാണ് ഈ പ്രൊസസ്സറും L3 സെക്കൻഡറി ക്യാഷും മെമ്മറിയും കണക്ട് ചെയ്തേക്കുന്നത്. അപ്പം ഇത്രയാണ് പ്രൈമറിയിൽ വരുന്നത്. ഇതാണ് ഇന്റേണൽ ബസ് ഇൻ ഓർഡർ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് L3 ആൻഡ് മെമ്മറി. പിന്നെ വരുന്നത് സെക്കൻഡറി മെമ്മറിയാണ്. സെക്കൻഡറി മെമ്മറിയിൽ ഡിസ്ക് ഡ്രൈവ്സും ഉണ്ട്, മാഗ്നറ്റിക് ഡ്രൈവേഴ്സും ഉണ്ട്. ഇത് എക്സ്റ്റേണൽ ബസ്സസ് യൂസ് ചെയ്തിട്ടാണ് ഇതിലേക്ക് കണക്ഷൻ പോകുന്നത്. ഇനി ലാസ്റ്റ് ഇതിൽ പറയുന്നത് ഈ ഒരു ഏരോ മാർക്കാണ്. ഈ ടോപ്പ് ലെഫ്റ്റിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു ലെവലിലേക്കാണ്. അതായത്
ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അക്സസ് ടൈമും സ്റ്റോറേജ് സൈസ് ഇൻക്രീസ് ചെയ്യാണ്. ഇവിടുന്ന് അക്സസ് ടൈം കുറവായിരിക്കും, അതായത് ഈ CPU തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പിന്നെ രജിസ്റ്റേഴ്സ് അങ്ങനെ പോവാണ്. ഇവിടെ എത്തുമ്പോഴത്തേക്കും പിന്നെ ഡിസ്ക് ഡ്രൈവ്സ്, ഏറ്റവും കൂടുതൽ അക്സസ് ടൈം ആവശ്യമുള്ളത് ടാപ്പ് ഡ്രൈവേഴ്സിനാണ്. സ്റ്റോറേജ് സൈസും കൂടുതൽ ബിറ്റ്സിന് ടാപ്പ് ഡ്രൈവേഴ്സിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതേപോലെ കോസ്റ്റ് ബിറ്റ് ഡിക്രീസ് ചെയ്യാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ കോസ്റ്റ് വരുന്നത് ഈ ഒരു ഭാഗത്ത് രജിസ്റ്റേഴ്സ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ കോസ്റ്റ്, ഒരു ബിറ്റ് സ്റ്റോർ ചെയ്യാനുള്ള കോസ്റ്റ്. പക്ഷെ നമ്മൾ ഈ ഒരു ഇതിൽ നിന്ന് സെക്കൻഡറി ക്യാഷ്, മെമ്മറി, ഡിസ്ക് ഇങ്ങോട്ട് ഇവിടെ എത്തുമ്പോഴത്തേക്കും കോസ്റ്റ് കുറയുന്നുണ്ട്, കൂടുതൽ ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ ഫിഗർ ഒന്ന് മനസ്സിലിരിക്കട്ടെ. 6 types of storage possibilities within a computer. 6 types storage possibilities ഉണ്ട്. എല്ലാ കമ്പ്യൂട്ടറിൽ ഈ 6 വെറൈറ്റീസ് ഉണ്ടാവണമെന്നില്ല, പക്ഷെ 6 വെറൈറ്റീസ് ആണ് മെയിൻ ആയിട്ട് ഉള്ള സ്റ്റോറേജ് പോസിബിലിറ്റീസ്. ഈ 6 വെറൈറ്റീസ് എന്ന് പറയുന്നത് രജിസ്റ്റേഴ്സ്, ക്ലോസസ്റ്റ് ടു ദ പ്രൊസസ്സറിനുള്ളിൽ തന്നെയാണ് ഉള്ളത്. L1 cache within the same chip of processor. L2 cache or primary cache within the same package of processor. അപ്പോൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ CPU രജിസ്റ്ററും L1 എന്താണ് ഇതിലാണ് ഉള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ സ്റ്റോറേജ് ഡിവൈസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ രജിസ്റ്റേഴ്സും L1 cacheഉം ആ സെയിം ചിപ്പിലാണുള്ളത്. L2 എന്ന് പറയുന്ന സെയിം പാക്കേജിലാണുള്ളത്. L3 എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദ പ്രൊസസ്സറാണ്, പക്ഷെ മദർ ബോർഡിലാണ്. പിന്നെ മെയിൻ മെമ്മറി അത് വിത്തിൻ ദ മദർ ബോർഡ് തന്നെയാണുള്ളത്. ഇനി ഡിസ്ക് ഡ്രൈവ്സും ടാപ്പ് ഡ്രൈവേഴ്സും ഔട്ട്സൈഡ് ദ മദർ ബോർഡ്. നമ്മൾ ആ പിക്ചറിൽ, ലേഔട്ട് പിക്ചറിൽ കണ്ട രജിസ്റ്റേഴ്സും അതിൻ്റെ എങ്ങനെയാണ് അത് അലൈൻമെന്റ് ചെയ്തിട്ടുള്ളതാണുള്ളതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. The portion of memory located within the motherboard is designated as primary memory. അപ്പോൾ 2 ടൈപ്പ് മെമ്മറി ഉണ്ടെന്ന് പറഞ്ഞ്, പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും. അപ്പോൾ നമ്മൾ ആ എക്സ്പ്ലെയിൻ ചെയ്തതിൽ മദർ ബോർഡിനകത്തുള്ള എല്ലാത്തിനും കൂടി നമ്മൾ പ്രൈമറി മെമ്മറി എന്നും ഔട്ട്സൈഡ് ദ മദർ ബോർഡിനെയാണ് നമ്മൾ ഡെസിഗ്നേറ്റഡ് ആസ് ഡിസ്ക് ആൻഡ് ടാപ്പ് ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഫിഗർ നോക്കിയാൽ അറിയാം, ഇതാണ് നമ്മുടെ മദർ ബോർഡ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിനകത്ത് വരുന്ന എല്ലാത്തിനും നമ്മൾ പ്രൈമറി മെമ്മറി എന്നും, ഇതിന് ഔട്ട്സൈഡ് വരുന്ന ഈ സംഭവത്തിന് നമ്മൾ സെക്കൻഡറി മെമ്മറി എന്നും പറയുന്നു. ഇനി 3 ബൗണ്ടറി ലൈൻസ് വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ഈ പറഞ്ഞ കാര്യം തന്നെ പറയുന്നത്. ഫസ്റ്റ് ബൗണ്ടറി ലൈൻസിൽ CPU രജിസ്റ്റേഴ്സും L1 cache വരുന്നുണ്ട്. L1 cache is the part of CPU buffer itself. ആ ഒരു ബഫറിലാണ് 3 വരുന്നത്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്ന ഒരു തിക്കർ ലൈനിൽ കാണിക്കുന്നത് പ്രൊസസ്സറിന്റെ പാക്കേജ് ഓൾറെഡി അതിൽ എന്താ ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞ് CPU രജിസ്റ്റർ ആൻഡ് L1 cache ഉണ്ട്. അതുകൂടാതെ L2 cacheഉം കൂടി വരുന്നുണ്ട്. അതും കൂടെ കമ്പൈൻ ചെയ്ത ബോക്സിനെയാണ് നമ്മൾ പ്രൊസസ്സർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തേർഡ് ആൻഡ് ഔട്ടർമോസ്റ്റ് ബൗണ്ടറി ഇൻഡിക്കേറ്റ്സ് ദ മദർ ബോർഡ് അക്കോമഡേറ്റിംഗ് പ്രൊസസ്സർ L3 cache ആൻഡ് മെയിൻ മെമ്മറി. അപ്പോൾ ആ പ്രൈമറി മെമ്മറിയുടെ ബാക്കി, അതായത് പ്രൊസസ്സറിന്റെ ഔട്ട്സൈഡിലുള്ളത് എന്തൊക്കെയാണ്? L3 cache ഉണ്ട്, മെയിൻ മെമ്മറി ഉണ്ട്. Main memory may be located within the same motherboard which also accommodate the processor and L3 cache. ഒന്നുകൂടി ഫിഗർ കണ്ടാലും ഒന്നുകൂടി ക്ലിയർ ആവും. ഈ ഒരു കാര്യം നമ്മൾ പറഞ്ഞത് ഇതാണ് മദർ ബോർഡിൽ ഇത് പ്രൊസസ്സറാണ്, അതിൻ്റെ കൂടെ L3 cacheഉം മെമ്മറിയും കൂടി, ഇതാണ് മെയിൻ മെമ്മറി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു പ്രൊസസ്സറും ഈ ഒരു രജിസ്റ്റർ 6 സ്റ്റോറേജ് ഡിവൈസസും തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ ബസ്സസ് വേണം, അതിനെക്കുറിച്ചാണ് പറയുന്നത്. The register and L1 cache are part of CPU and are connected within the processor internal system through its own internal bus. അപ്പോൾ L1 എന്ന് പറയുന്നതും രജിസ്റ്റേഴ്സും സിപിയുടെ ആ സെക്ഷനിൽ വരുന്നത് are part of CPU and connected with the process internal system ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ അത് ഇന്റേണലി ചെയ്തു വെച്ചിട്ടുണ്ട് ത്രൂ ഇറ്റ്സ് ഓൺ ഇന്റേണൽ ബസ്. അപ്പോൾ അതിൻ്റെ കണക്ഷൻസ് അങ്ങനെ പോകും. അതായത് ദ ബസ് ഈസ് വിത്തിൻ ദ CPU ബഫർ ഇറ്റ്സെൽഫ്. ആ CPUവിൻ്റെ ബഫറിൽ ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ കണക്ഷൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി L2 cache എന്ന് പറയുന്നത് ആ പാക്കേജിലാണ്. അപ്പോൾ ആൻഡ് ദ പ്രൊസസ്സർ ആർ വിത്തിൻ ദ സെയിം പാക്കേജ് ആണ്, ബട്ട് ഇൻ ഡിഫറെൻറ്റ് ബഫേഴ്സ് ആണ്, 2 ബഫറിലാണ് കിടക്കുന്നത്. അപ്പോൾ കണക്റ്റഡ് ബൈ എ സ്പെഷ്യൽ ഇന്റേണൽ ബസ് ഇൻഡിക്കേറ്റഡ് ബൈ എ വെരി തിൻ ബ്രോക്കൺ ലൈൻ. അപ്പോൾ ഇതാണ് ആ ഒരു
ഈ ഒരു കണക്ഷൻ വെച്ചിട്ടാണ് ഇതൊരു ബഫറാണ്, ഇത് രണ്ടാമത്തെ ബഫറാണ്. അപ്പോൾ ഈ CPU ഇതിനായിട്ട് കണക്ട് ചെയ്യുന്നത് ഈ ഒരു ഇന്റേണൽ ബസ് യൂസ് ചെയ്തിട്ടാണ് ആ കണക്ഷൻ വരുന്നത്. ഇനി L3 cache and main memory are connected with the processor through a address, data and control bus. This bus is shown by a thin line in figure. ഇതാ ഈ ഒരു തിൻ ലൈൻ ഇന്റേണൽ ബസ് ഉണ്ട്, ഇവിടെ ഒരു ഇന്റേണൽ ബസ് ഉണ്ട്. ഈ ഒരു തിൻ ലൈൻ യൂസ് ചെയ്തിട്ടാണ് പ്രോസസ്സറും L3യും മെമ്മറിയും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. The disk drives and the tap drivers are interfaced with the processor through its external bus, which is also used for interfacing printer and other peripheral device. അപ്പോൾ external മെമ്മറി ഡിസ്ക് ഡ്രൈവ്സും ടാപ്പ് ഡ്രൈവേഴ്സും നമ്മൾ എക്സ്റ്റേണൽ ബസ് യൂസ് ചെയ്തിട്ടാണ്. അത് തന്നെ നമ്മൾ പ്രിന്ററിലേക്ക് കണക്ട് ചെയ്യണമെങ്കിലും പെരിഫറൽ ഡിവൈസസിൽ കണക്ട് ചെയ്യാനും ആ ബസ്സസ് തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എക്സ്റ്റേണൽ കണക്ഷൻ ആണ് ഈ കാണിച്ചേക്കുന്നത്, എക്സ്റ്റേണൽ ബസ് ആണ് ഈ കാണിച്ചേക്കുന്നത്. ഇനി അപ്പം നമ്മൾ കണക്ഷൻസും പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. രജിസ്റ്റേഴ്സ് ആർ ക്ലോസസ്റ്റ് ടു ദ പ്രൊസസർ. CPUവിനോട് ക്ലോസ് ചെയ്തിട്ടാണ് രജിസ്റ്റേഴ്സ് ഉള്ളത്. ആൻഡ് ദ ടൈം നെസറി ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് രജിസ്റ്റർ വുഡ് ഓൾവേസ് ബി മിനിമം. അപ്പോൾ ക്ലോസ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു രജിസ്റ്ററിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് മിനിമം തന്നെയാണ്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ സൈസ് ആൻഡ് നമ്പർ ഓഫ് ദീസ് രജിസ്റ്റേഴ്സ് ആർ സ്മോൾ. നമുക്ക് കുറച്ച് രജിസ്റ്റേഴ്സേ പറ്റുള്ളൂ, അതിൻ്റെ സൈസ് കുറവായിരിക്കും. അപ്പോൾ ലിമിറ്റഡ് സ്റ്റോറേജേ പറ്റുള്ളൂ, വിച്ച് ഇമ്പോസ് എ ലിമിറ്റേഷൻ ഓഫ് ദ എമൗണ്ട് ഓഫ് ഡാറ്റ വിച്ച് മേ സ്റ്റോർഡ് വിത്തിൻ ദ രജിസ്റ്റർ. അപ്പോൾ രജിസ്റ്റേഴ്സിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ എപ്പോഴും ലിമിറ്റേഷൻസ് ഉണ്ട്, കാരണം അതിൻ്റെ സൈസും നമ്പർ ഓഫ് രജിസ്റ്റേഴ്സും എപ്പോഴും കുറവാണ്. കോസ്റ്റ് വൈസ് ഈ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണ്, ബിക്കോസ് ദേ ആർ പാർട്ട് ഓഫ് പ്രോസസർ. വെഫർ ആണ്, ഇപ്പോൾ വെഫർ ബേസ്ഡ് കൺസ്ട്രക്ഷൻ ആണ്. അപ്പോൾ ഇത് കോസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ദ കോസ്റ്റ് ഹയസ്റ്റ് ആണ്. ഫൈനലി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ആഡ് ന്യൂ മോർ രജിസ്റ്റേഴ്സ്. അപ്പോൾ അതിൽ വെഫറിൽ ഫാബ്രിക്കേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇനിയിപ്പോൾ രജിസ്റ്റർ ഒന്ന് കൂട്ടണം എന്ന് പറഞ്ഞിട്ട് യൂസറിന് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്ട്രാ രജിസ്റ്റേഴ്സ് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് ഫ്ലെക്സിബിൾ ആണ് രജിസ്റ്റേഴ്സ്. ഇനി അടുത്തത് വരുന്നത് L1 and L2 cache. They are also part of processor. അതും പ്രൊസസറിന്റെ പാർട്ട് തന്നെയാണ്. ഒരെണ്ണം വെഫറിൽ വിത്തിൻ ദ വെഫറും മറ്റേത് സെയിം പാക്കേജിലാണ് എന്നുള്ള വ്യത്യാസമുള്ളൂ. Access time for L2 cache is little more than the access time necessary for the register. അപ്പോൾ L2 cache എന്നുള്ളതിൽ അസസ് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് ബാക്കി നമ്മുടെ രജിസ്റ്റേഴ്സിനെ അസസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ടൈം എടുക്കും, കാരണം അത് അടുത്ത വെഫറിലാണ് എടുക്കുന്നത്. The storage area available through this cache is much more than that of register. നമ്മൾ രജിസ്റ്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോഴേക്കും രജിസ്റ്റേഴ്സിന്റെ എണ്ണം കുറവാണ്, പക്ഷെ അതിൽ സ്റ്റോർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും, L2ൽ സ്റ്റോർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ക്യാഷിൽ ഈ L1ലും L2ലും സ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷെ കോസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ L1 cache is more or less identical with the internal രജിസ്റ്റർ ആണ്, കാരണം ഒരു സെയിം പ്രോസസറിലാണ് ഫാബ്രിക്കേറ്റ് ചെയ്തത്. അപ്പോൾ L1ന്റെ കോസ്റ്റും രജിസ്റ്റേഴ്സിന്റെ കോസ്റ്റും നമുക്ക് ഓൾമോസ്റ്റ് ഐഡന്റിക്കൽ ആണെന്ന് പറയാം. പക്ഷെ L2 എന്ന് പറയുന്നത് ലെസ് എക്സ്പെൻസീവ് ദാൻ L1 cache. അപ്പോൾ എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ L2 is less expensive than L1 cache. ഇനി തേർഡ് in our storage device is the L3. അത് ഔട്ട്സൈഡ് ദ പ്രൊസസർ ആണ് L3. അപ്പോൾ അതുകൊണ്ട് തന്നെ L3ക്ക് പറയുന്നതാണ് സെക്കൻഡറി L3 ഓർ ക്യാഷ് ഓർ സെക്കൻഡറി ക്യാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ L3 ക്യാഷ് ഔട്ട്സൈഡ് ദ പ്രിമിസ് ഓഫ് പ്രൊസസർ ആൻഡ് ഇസ് കണക്റ്റഡ് ത്രൂ എക്സ്റ്റേണൽ ബസ് യൂസ് ചെയ്തിട്ടാണ്. അതായത് മദർ ബോർഡിന്റെ ഇന്റേണൽ ആയിട്ട്, പക്ഷെ പ്രൊസസറിന് നോക്കുകയാണെങ്കിൽ പ്രൊസസറിന്റെ ഔട്ട്സൈഡിലുള്ള ഒരു ബസ് യൂസ് ചെയ്തിട്ടാണ് കണക്ഷൻ വരുന്നത്. Sometimes a special bus is offered for L3 cache. In this case, access time is slightly increased. അപ്പോൾ L3നെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതുവരെ പറഞ്ഞതിനേക്കാൾ access time കൂടുതലാണ്, പക്ഷെ സ്റ്റോറേജ് ഏരിയ കൂടുതലുണ്ട്, സ്റ്റോറേജ് കോസ്റ്റ് കുറവാണ്. വിത്ത് റെസ്പെക്ട് ടു L1 and L2നെ കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റ് കുറവാണ്. ഇപ്പം നമ്മൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ L1, L2, L3 ആർ മെയ്ഡ് ഫ്രം സ്റ്റാറ്റിക് റാം വിച്ച് ആർ ഫാസ്റ്റർ ടു അസസ് ദാൻ DRAM. DRAM അല്ല യൂസ് ചെയ്യുന്നത്, സ്റ്റാറ്റിക് റാം യൂസ് ചെയ്തിട്ടാണ് L1, L2, L3 എല്ലാം ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്. ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഫാസ്റ്റർ ആണ്, കാരണം DRAMനേക്കാൾ ഫാസ്റ്റ് ആണ് സ്റ്റാറ്റിക് റാം. ഇനി നമ്മൾ
ആ ഒരു ഫിഗറിൽ പ്രൊസസ്സറിൽ നിന്ന് CPU നിന്ന് സ്റ്റാർട്ട് ചെയ്ത് താഴോട്ട് അങ്ങനെ ആ ഒരു റെക്ടാങ്കുലർ ബോക്സ് താഴോട്ട് നോക്കുകയാണെങ്കിൽ വി അറൈവ് അറ്റ് ദ മെയിൻ മെമ്മറി. ഏറ്റവും അടിയിൽ കാണിക്കുന്നതാണ് ഈ ഒരു മെയിൻ മെമ്മറി. അപ്പോൾ ഇത് ഈ ഒരു ഫിഗറിൽ ഈ ഏറ്റവും ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് പോവുകയാണെങ്കിൽ ഇതാണ് മെയിൻ മെമ്മറി വരുന്നത്. മെയിൻ മെമ്മറി വാസ് ഡെസിഗ്നേറ്റഡ് ആസ് മെയിൻ സ്റ്റോറേജ് ഏരിയ ഓഫ് കമ്പ്യൂട്ടർ. അതാണ് മെയിൻ സ്റ്റോറേജ് ഏരിയ കമ്പ്യൂട്ടറിന്റെ ഈ ഒരു മെയിൻ മെമ്മറിയാണ്. ഇത് ഡൈനാമിക് റാം യൂസ് ചെയ്തിട്ടാണ് മെയിൻ മെമ്മറിയിൽ വരുന്നത്. ഡൈനാമിക് റാം ആണ്, വിച്ച് ഇസ് ചീപ്പർ ബട്ട് ലിറ്റിൽ സ്ലോവർ ദാൻ കൗണ്ടർ പാർട്ട് ദാറ്റ് സ്റ്റാറ്റിക് റാം. നേരത്തെ L1 L2 L3 ഒക്കെ നമ്മൾ സ്റ്റാറ്റിക് റാം യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും മെയിൻ മെമ്മറി എന്ന് പറയുന്നത് ചീപ്പർ ആണ് ബട്ട് സ്ലോവർ ആണ്. When one opens any computer chassis, one might find it to be located as a small PCB. അപ്പോൾ നമുക്ക് ഇതൊരു സ്മോൾ PCB യിൽ കാണാം, containing several ICs in a row or two plugged in some sockets of motherboard. മദർബോർഡിൽ ഇതിനെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള റോസിലുള്ള സോക്കറ്റ്സ് കാണാം PCB ഒരു മദർബോർഡിന്റെ PCB-യിൽ. This arrangement of plug-in type socket in the motherboard for accommodating main memory offers more flexibility. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വെച്ചാൽ ആ ഒരു സോക്കറ്റിലുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ മെമ്മറീസിനെ ആഡ് ചെയ്യാൻ പറ്റും, എക്സ്പാൻഷൻ പറ്റും. പക്ഷെ കുറെ മുന്നത്തെ കമ്പ്യൂട്ടേഴ്സിന് ഈ ഒരു എക്സ്പാൻഷൻ പറ്റിയിരുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ കമ്പ്യൂട്ടേഴ്സിനെല്ലാം ഒരു സോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സോക്കറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെക്സിബിലിറ്റി പോസിബിൾ ആണ്. ഏത് കേസിൽ? മെയിൻ മെമ്മറിയുടെ കേസിൽ. അപ്പോൾ കൂടുതൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു DRAM കൂടെ ആഡ് ചെയ്യാനൊക്കെ പറ്റും. The affordable size of main memory is much more than L3 cache. അപ്പോൾ ഇത് കൂടുതൽ സ്റ്റോർ ചെയ്യാൻ പറ്റും മെയിൻ മെമ്മറിയിലാണ്, വിത്ത് ഹയസ്റ്റ് അസസ് ടൈം ഡ്യൂ ടു സ്ലോനെസ് ഓഫ് ഡൈനാമിക് റാം. പക്ഷെ അസസ് ചെയ്യാനുള്ള ടൈം കൂടുതൽ വേണമെന്ന് മാത്രം. Their slowness may be indicated by the statement that in general L1 cache is 10 times faster to communicate than this main memory. അപ്പം നമ്മൾ L1 cache-ഉം ഈ ഒരു മെയിൻ മെമ്മറി കൂടി കമ്പയർ ചെയ്യണമെങ്കിൽ 10 times faster ആണ്, മെയിൻ മെമ്മറിനെക്കാട്ടും 10 times faster ആണ് L1 cache-നായിട്ടുള്ള പ്രൊസസ്സറിന്റെ കമ്മ്യൂണിക്കേഷൻ. ഇനി അടുത്ത് നമ്മൾ സെക്കൻഡറി മെമ്മറീസ് ആണ്, അതായത് ഡിസ്ക് ഡ്രൈവ്. അതിൽ ഫസ്റ്റ് വരുന്നത് ഡിസ്ക് ഡ്രൈവ് ആണ്. ഓഫേർഡ് ആസ് എ സീൽഡ് ബോക്സ് റെസ്റ്റിംഗ് വിത്തിൻ ദ ചേസിസ് ഓഫ് കമ്പ്യൂട്ടറിൽ ആ ഒരു സെറ്റപ്പിലാണ് ഈ ഡിസ്ക് ഡ്രൈവ് വെച്ചേക്കുന്നത്. ഒപ്റ്റിക് ഡിസ്ക് ഡ്രൈവർ ഓൾസോ ഫോൾ ഇൻ ദിസ് കാറ്റഗറി. ഡിസ്ക് ഡ്രൈവിൽ ഒപ്റ്റിക്കൽ ഡിസ്ക് ഡ്രൈവ് നമുക്ക് ഒപ്റ്റിക്കൽ ഡിസ്ക് ഡ്രൈവ്സും ഉണ്ട്. They can store much more quantity of data, offering a slower communication speed with respect to the main memory. Main memory തന്നെ slower ആണെന്ന് പറഞ്ഞു, അതിനേക്കാൾ slower ആണ് ഈ ഒരു ഡിസ്ക് ഡ്രൈവ്സ്. ഒപ്റ്റിക്കൽ ആവട്ടെ അല്ലാത്ത ഡിസ്ക് ആവട്ടെ കൂടുതൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. However, being much less expensive than the main memory, if we consider the storage cost bit of data, this slower disk drive have become an essential feature of any computer. പക്ഷേ ഈ ഒരു കേസിൽ മെയിൻ മെമ്മറിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ഹാർഡ് ഡിസ്ക് ഡ്രൈവ് അല്ലെങ്കിൽ ഡിസ്ക് ഡ്രൈവ്സ് ലെസ് എക്സ്പെൻസീവ് ആണ്, കൂടുതൽ ഡാറ്റ സ്റ്റോർ ചെയ്യാനും പറ്റും. ഇനി നമ്മൾ ലാസ്റ്റ് ഒരു ഏരോ മാർക്ക്, തിക്ക് ഏരോ മാർക്ക് കണ്ട്, ആ തിക്ക് ഏരോ മാർക്കുള്ള എക്സ്പ്ലനേഷൻ ആണ് ഈ ഒരു സ്ലൈഡിൽ പറയുന്നത്. ഫൈനലി അറ്റ് ദ എൻഡ് ഓഫ് ദ മെമ്മറി എക്സ്പ്ലോറിംഗ് ജേർണി. അപ്പം നമ്മളിപ്പോൾ എല്ലാ മെമ്മറിയും കഴിഞ്ഞ് ലാസ്റ്റ് ആ ഒരു ഫിഗറിൽ ലേഔട്ടിലുള്ളതാണ് മാഗ്നറ്റിക് ടൈപ്പ് ഡ്രൈവേഴ്സ്. അത് സ്ലോവസ്റ്റ് ആണ് എല്ലാത്തിനും. നമ്മൾ ആ ഡിസ്ക് ഡ്രൈവിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും സ്ലോവസ്റ്റ് ആണ്. പക്ഷെ സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ മാസീവ് സ്റ്റോറേജ് ഏരിയ ഉണ്ട് അതിന്. Magnetic tapes can store enormous amount of data at relatively cheapest rate of per bit effective cost. ഇനി നമ്മൾ ആ ഒരു തിക്ക് ഏരോ മാർക്കുള്ള ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ റൈറ്റ് ആംഗുലാർ ടേൺ proceeding towards the bottom left side of the diagram. The direction of this arrow indicates that these three parameters: the increase of access time, increase of storage area, reduction of cost of bit. അതാണ് ആ ഒരു ഫിഗറിൽ ഈ ഒരു തിക്ക് ഡയഗ്രാം, ഈ ഒരു തിക്ക് ഏരോ മാർക്കാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ടോപ്പ് ലെഫ്റ്റ് ബോട്ടത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ഒരു റൈറ്റ് ആംഗുലാർ ടേണും കൂടെ എടുത്തിട്ട് ഈ ഒരു ഇതാണ് ആ ഒരു ഏരോ. ഇവിടെ
ഈ ഒരു ഏരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അക്സസ് ടൈം ഇൻക്രീസ് ചെയ്യുക, സ്റ്റോറേജ് ഏരിയയും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ കുറയുന്ന ഏതാണെന്ന് വെച്ചാൽ കോസ്റ്റ് പെർ ബിറ്റ് ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു ഏരോ മാർക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഫ്രം രജിസ്റ്റർ ടു register, then L1 cache, then L2 cache, then L3 cache, then memory, then disk drives, and last the magnetic tapes.